നമസ്കാരം. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് 75 വർഷം തികയുന്ന ഈ വേളയിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ഈ കാണുന്നത് ഇന്ത്യയുടെ ദേശീയ പതാക, തിരങ്ക അഥവാ ത്രിവർണ പതാക എന്നറിയപ്പെടുന്ന ഇത് 1947 ജൂലൈ 22 നടന്ന ഭരണഘടനാ അസംബ്ലിയിൽ ഇന്ത്യയുടെ ദേശീയ പതാകയായി പ്രഖ്യാപിച്ചു. 2:3 എന്ന അനുപാതത്തിൽ കുങ്കുമം, വെള്ള, പച്ച എന്നീ നിറങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പിംഗല വെങ്കയ്യാണ് ഇതിന് രൂപകൽപ്പന നൽകിയത്. ഇവയിൽ കുങ്കുമം ത്യാഗത്തെയും, വെള്ള സമാധാനത്തെയും, പച്ച സമൃദ്ധിയെയും വിശ്വാസത്തെയും സൂചിപ്പിക്കുന്നു. നടുവിലായി 24 ആരക്കാലുകൾ അടങ്ങിയ നീല നിറമുള്ള അശോക ചക്രവുമുണ്ട്. സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നെടുത്ത അശോകന്റെ സിംഹതലസ്ഥാനത്തിന്റെ അനുരൂപമാണ് നമ്മുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭം. 4 സിംഹങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ഡൈമെൻഷണൽ ചിത്രമാണ് ചിഹ്നം. 1947 ഡിസംബറിൽ ഇന്ത്യയുടെ ആധിപത്യത്തിന്റെ ചിഹ്നമായി ഇത് പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ദേശീയ മുദ്രാവാക്യമായ സത്യമേവ ജയതേ ഇതിനടിയിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. നീയാണ് എല്ലാ ആളുകളുടെയും മനസ്സിന്റെ ഭരണാധികാരി എന്നർത്ഥം വരുന്ന ജനഗണമന എന്ന പദത്തിൽ തുടങ്ങുന്ന ഗാനമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം. 1911 രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി ഭാഷയിലാണ് ഇത് രചിച്ചത്. 1950 ജനുവരി 24 ഈ ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചത്. മാർഗരറ്റ് കസിനാണ് ഇതിന് സംഗീതം നൽകിയത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി സംസ്കൃതത്തിൽ രചിച്ച വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അറിയപ്പെടുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ചരിത്രപരമായ പങ്ക് വഹിച്ച ഈ ഗാനം ദേശീയ ഗാനത്തിന് തുല്യമായ പദവി നൽകിക്കൊണ്ട് 1950 ജനുവരി 24 ഇന്ത്യയുടെ ദേശീയ ഗീതമായി പ്രഖ്യാപിച്ചു. റോയൽ ബംഗാൾ ടൈഗറാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം. കടുവകളെ സംരക്ഷിക്കാനായി ഇന്ത്യൻ ഗവൺമെൻറ് 1973 ഏപ്രിൽ 1 പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായാണ് 1973 ഏപ്രിലിൽ കടുവകൾക്ക് ഈ പദവി നൽകിയത്. 1963 മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്തത്. ഇന്ത്യയുടെ കച്ചവട രംഗത്ത് മയിൽ ചെലുത്തിയ സമ്പന്നമായ മത ഐതിഹ്യ പങ്കാളിത്തമായിരുന്നു ഇതിന് കാരണം. മാത്രമല്ല, മയിൽ കൃപയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. 2010 ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ പുരാണങ്ങളിലും നാടോടി കഥകളിലും ഗണേശനായി ചിത്രീകരിക്കുന്ന ഈ ജീവിയുടെ മെച്ചപ്പെട്ട ചികിത്സ എന്ന പ്രതീക്ഷയിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. 2010 മെയ് 18 തെക്കേഷ്യൻ റിവർ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. ഇവയെ വംശനാശത്തിൽ നിന്നും രക്ഷിക്കുക എന്നതായിരുന്നു ഈ തീരുമാനത്തിൻ്റെ ലക്ഷ്യം. പുരാതന പാരമ്പര്യങ്ങളിലും വേദങ്ങളിലും പുരാണങ്ങളിലും ഗണ്യമായ സാന്നിധ്യം ആസ്വദിച്ചതിനാലാണ് 1950 ജനുവരി 26 താമരയെ ദേശീയ പുഷ്പമായി തിരഞ്ഞെടുത്തത്. അറിവിൻ്റെ ദേവിയായ സരസ്വതി അതിൽ ഇരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നതിനാൽ താമര അറിവിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ്. മാമ്പഴം നമ്മുടെ ദേശീയ ഫലം. 1950 ഫലങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തെ ഇന്ത്യയുടെ ദേശീയ ഫലമായി പ്രഖ്യാപിച്ചത്. ഹിമാലയ പർവ്വതത്തിലെ ഗംഗോത്രിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗയാണ് നമ്മുടെ ദേശീയ നദി.